ഹായ്, വെൽക്കം ബാക്ക് ടു എക്സൽ സ്കിൽ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു പ്രൊട്ടക്ട് ദി ഫയൽ ആൻഡ് വർക്ക് ബുക്ക്. ഇവിടെ ഒരു ഡാറ്റ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ ഒരു ഫോർമാറ്റാണ് സ്റ്റുഡൻസിൻ്റെ ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ്, സയൻസ്, സോഷ്യൽ, GK. ഇവിടെ ടോട്ടൽ ഞാൻ ഫോർമുലയും അതുപോലെ പെർസെൻറ്റേജ് ഫോർമുല, ഗ്രേഡ് ഒക്കെ ഫോർമുല വെച്ച് ചെയ്ത് വെച്ചിട്ടാണ്. ഇത് ഞാൻ ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്പർ മാർക്കിൻ്റെ കോളത്തിൽ മാത്രമേ അവർക്ക് ടൈപ്പ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അതിലൊരു മാക്സിമം മാർക്ക് 100ആണ്. 100ന് മുകളിൽ ടൈപ്പ് ചെയ്യാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ ഡാറ്റ വാലിഡേഷനിൽ വന്ന് കസ്റ്റംസിൽ കസ്റ്റമിൽ വന്ന് നമ്മളിവിടെ ഒരു ഇതിടാണ്, റെസ്ട്രിക്ഷൻ ഇടാണ് മുമ്പ് ചെയ്തപോലെ തന്നെ. കാരണം ഈ C2H25 വരെയുള്ള കോളം സെലക്ട് ചെയ്ത് ഈക്വൽ ടു അവിടെ ലെസ് ദാൻ ഈക്വൽ ടു 100. ദാറ്റ് മീൻസ് ലെസ് ദാൻ ഈക്വൽ ടു 100ന് മുകളിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്യാനും, അതുപോലെ തന്നെ ആൽഫ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാം, ഇവിടെ നമ്മളിപ്പോൾ ഒരു S ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കില്ല. ദാറ്റ് മീൻസ് സിസ്റ്റം സമ്മതിക്കില്ല എടുക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിവിടെ 100 മുതൽ 101 ടൈപ്പ് ചെയ്താൽ ദാറ്റ് മീൻസ് മാക്സിമം 100 വരെ ടൈപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. നമുക്ക് 100ലാണ് മാർക്ക്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണാം ടോട്ടലിലും പെർസെൻറ്റേജിലും ഒക്കെ ഫോർമുല ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഗ്രേഡിനൊക്കെ ഓരോ രീതിയിൽ ഫോർമുല വെച്ച് റീഡ് ചെയ്യാനാണ് ടൈപ്പ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മളിവിടെ മൊത്തം ഏരിയയിൽ നമുക്കിവിടെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് ഈ പറഞ്ഞ മാർക്കിൻ്റെ കോളത്തിന് മാത്രമേ ഇതിൽ ടൈപ്പ് ചെയ്യാൻ പാടുള്ളൂ. അതിനാണ് സെലക്ട് ചെയ്ത് ഫോർമാറ്റ് സെൽസിൽ വന്ന് പ്രൊട്ടക്ഷനിൽ ലോക്ക് ചെക്ക് ഉള്ളത് അൺചെക്ക് ചെയ്യണം. ഇത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ റിവ്യൂവിൽ വന്ന് പ്രൊട്ടക്ട് ഷീറ്റിൽ വന്ന് ഇവിടെ പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഒരു പാസ്വേഡ് പ്രൊട്ടക്ട് ചെയ്യണം, വീണ്ടും പ്രൊട്ടക്ട് ചെയ്യണം. ഈ രണ്ട് പ്രൊട്ടക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മാർക്കിൻ്റെ കോളത്തിൽ എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. ഓക്കെ, പക്ഷേ അതേപോലെ തന്നെ ഫോർമുല എല്ലാം റീഡ് ചെയ്യും. ഇവിടെ ഫോർമുല നമ്മൾ വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ദാറ്റ്സ് ലോക്ക്ഡ് ആണ്. നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഫോർമുലയിൽ വന്നിട്ട് മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒന്നും മാറില്ല. ദാറ്റ് മീൻസ് ഇപ്പോൾ ഗ്രേഡ് എല്ലാം ഇപ്പോൾ കാണാൻ നിങ്ങൾക്ക് എല്ലാം ഫോർമുല ബേസ് ചെയ്തിട്ടാണ്. ഇതിലുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ പലപ്പോഴും നമ്മളൊരു ഡാറ്റ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു റിസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ടാവും. കാരണം ഈ ഫോർമുല ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ ഫോർമുലകൾ ആരും വന്ന് ബ്രേക്ക് ചെയ്യാനും പാടില്ല, അതിൻ്റെ റൂൾ തെറ്റിക്കാനും പാടില്ല. പലപ്പോഴും ഇത് നമുക്കൊരു ടെംപ്ലേറ്റുകൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വർക്കിൻ്റെ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ കൊടുക്കുമ്പോൾ ഈ ഫോർമുലകളും അതുപോലെ നമ്മൾ കുറേ റെസ്ട്രിക്റ്റഡ് ഏരിയ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇത് നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഇതുപോലെ തന്നെ നമുക്ക് ഇതേപോലെ ഫോർമുല റീഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പെർസെൻറ്റേജ് ഒക്കെ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. ഇത്രയും ഹാർഡ് കോർ ഫോർമുലയിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായത്. ഇനി നമുക്ക് ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫയലുകൾ അയച്ചു കൊടുക്കുമ്പോൾ, ഇപ്പോൾ ഞാനിത് ഫയൽ അയച്ചു കൊടുക്കുകയാണ്. ഈ ഫയൽ അയച്ചു കൊടുക്കുമ്പോൾ ഇതിൽ അവകാശപ്പെട്ട ആൾക്കാർ മാത്രമേ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അതിന് പ്രൊട്ടക്ഷന് വേണ്ടിയാണ് നമ്മൾ സേവ് ആസിൽ നമ്മൾ ഫയൽ സേവ് ചെയ്യുമ്പോൾ സേവ് ആസിൽ നമ്മളിപ്പോൾ എവിടെയാണ് ഫയൽ ചെയ്യുന്ന ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ടൂൾസ് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ടൂൾസ് ഓപ്ഷനിൽ ജനറൽ ഓപ്ഷൻസിൽ വരിക. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ചോദിക്കുന്നത്, പാസ്വേഡ് ടു ഓപ്പൺ ആൻഡ് പാസ്വേഡ് ടു മോഡിഫൈ. ഇപ്പോൾ ഞാൻ പാസ്വേഡ് ടു ഓപ്പൺ ആൻഡ് മോഡിഫൈ പാസ്വേഡ് ടൈപ്പ് ചെയ്യണം, വീണ്ടും റീ എൻട്രി ചെയ്യണം. ഇതിലൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും പാസ്വേഡ് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻ ചെയ്യാം. ഇപ്പോൾ ഞാനിത് പാസ്വേഡ് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യണ ഫയൽ, റിപ്പോർട്ടിന് എന്നിട്ട് ഫയൽ സേവ് ചെയ്യണം, റിപ്പോർട്ട് കാർഡ് എന്നിട്ട് ഫയൽ സേവ് ചെയ്യണം, സേവ് ടൈപ്പ് ചെയ്യണം, ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫയൽ സേവ് ആയി. ഇനി ഞാൻ ഫയൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഫയൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിലായാലും അതുപോലെ തന്നെ ഞാൻ ഈ ഫയൽ മെയിൽ അയച്ചു കൊടുത്താലും എന്ത് ഷെയർ ചെയ്താലും ഈ ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ പാസ്വേഡ് ടൈപ്പ് ചെയ്താൽ മാത്രമേ ഓപ്പൺ ആവുള്ളൂ. ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഓപ്ഷൻ വരും, റിപ്പോർട്ട് കാർഡ് ഈസ് പ്രൊട്ടക്റ്റഡ്. ഞാൻ ഇവിടെ കേസ് സെൻസിറ്റീവ് ആണ്. ഞാനിപ്പോൾ ഇതിൻ്റെ പാസ്വേഡ് ക്യാപ്സ് ലോക്ക് ഇട്ടിട്ട് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചാൽ പോലും ഓപ്പൺ ആവില്ല. ദാറ്റ് മീൻസ് ഇവിടെ ക്യാപ്സ് ലോക്കാണ്. ഞാനത് കറക്റ്റ് ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഇത് ഓപ്പൺ ആവുള്ളൂ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ കൂടിയാണ് എക്സലിൽ. പലപ്പോഴും ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് വേണ്ടി വരാറുണ്ട് പല ഫയലുകളും അയച്ചു കൊടുക്കുമ്പോൾ. ഇപ്പോൾ ഞാനിവിടെ റീഡ് ഓൺലിയും അതുപോലെ തന്നെ മോഡിഫൈക്കും വേണ്ടി പാസ്വേഡ് ഓപ്പൺ ചെയ്ത് വെച്ചു. ഇനി എനിക്ക് ആ പാസ്വേഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ ഓട്ടോമാറ്റിക് ഓപ്പൺ ആവും. ഈ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് വേണമെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താൻ സാധിക്കും. സോ തീർച്ചയായും ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. കാരണം നമ്മൾ പല ഫയലുകളും ഇതുപോലെ വർക്ക് ചെയ്ത് റിപ്പോർട്ടുകൾ അയക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ
സബ് ഓണേഴ്സിന് അയക്കുമ്പോഴായാലും ആവശ്യമുള്ള റിപ്പോർട്ട് മാത്രമേ അവർ ചെക്ക് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ എല്ലാ റിപ്പോർട്ടുകളും അവർ റീഡ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ പ്രൊട്ടക്ഷൻ ഫയൽ വളരെയധികം ഉപകാരപ്പെടും. സോ ഇത് പ്രാക്ടീസ് ചെയ്യാൻ നന്നായിട്ട്. ഓക്കെ, താങ്ക് യു.